ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സാരി ഗൗൺ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കുറേ ആയിട്ട് റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ സിമ്പിളാണ് ചെയ്യാൻ, അതുകൊണ്ട് ഇത് ചെയ്യണോ വേണ്ടി എന്നൊക്കെയുള്ള ഡൗട്ടിലായിരുന്നു. എന്നാലും ഓക്കെ, ഒന്ന് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാണ്. ഇത് സാരിയാണ്, ഗാർഡൻ സാരി ഇല്ലേ, ആ ഒരു സാരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. 5.5 മീറ്ററൊക്കെയുള്ള വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയുള്ള സാരിയാണ്. 350 അങ്ങനെ റേറ്റ് വരുന്നുള്ളൂ. ഗാർഡൻ സാരി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പണ്ടേയുള്ള മോഡലാണ്, ജോർജറ്റിൽ വരുന്ന ആ ഒരു സാരിയാണിത്. നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്തിൽ വേണമെങ്കിലും ചെയ്യാം, ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം. എന്താ പറയുക, ഏത് മോഡൽ എന്നല്ല, ഏത് ക്ലോത്തിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 2 മീറ്റർ മാത്രമേ ലൈനിങ് ഞാൻ ഇതിന് വെക്കുന്നുള്ളൂ. ഇനി എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. എന്താ പറയുക, 2ആയിട്ട് ക്ലോത്തിനെ മടക്കിയിട്ടുണ്ട്. ഇനി അതിന് 4 ഫോൾഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അധികം വിടുത്തൊന്നും എടുക്കുന്നില്ല, കാരണം നമുക്ക് അത്യാവശ്യം വിടുത്ത് കുറവ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണിത്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഫ്ലെയർ ഒന്നും വേണ്ട. എന്താ പറയുക, കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന പോലെയാണിത് ഭംഗി ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ 30 വരുന്ന വിടുത്തുണ്ടല്ലോ, ആ ഒരു വിടുത്തിലേ ഇത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ അങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൈസ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ 7, ആം ഹോളും 7, അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് കൊടുക്കുക. എന്താ പറയുക, നിങ്ങൾക്ക് ഇനിയിപ്പോൾ അളക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രസ്സൊക്കെ വെച്ച് അളന്നിട്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഡ്രസ്സ് വെച്ച് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെയാണ് ഷേപ്പും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്നത്. പിന്നെ സൈഡ് ഓപ്പൺ ഇല്ലാണ്ട് വരുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക, അതേപോലെയാണ്, കണ്ടില്ലേ, ഇതേപോലെയാണ് വരയ്ക്കുന്നത്. ഒരുപാട് വിടുത്ത് കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു 30 വിടുത്ത് വരുന്ന പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനെയാണ് പകുതി മടക്കിയിട്ടുള്ളത്. പിന്നെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടതെന്നുള്ളത് നോക്കണം. കാരണം ഫുൾ ലെങ്ത്താണ് വരുന്നത്. അപ്പോൾ 50 ലെങ്ത്ത് എടുക്കണേലും എടുക്കാം, കുഴപ്പമില്ല. 40 വേണേലും എടുക്കാം, ലൈനിങ് അല്ലേ. അപ്പോൾ ഫുൾ ലെങ്ത്ത് ഇങ്ങ് താഴെ വരെ തറ വരെ തൊടുന്ന പോലെ ലെങ്ത്ത് വേണമെന്നൊന്നുമില്ല. ഒരു 45 ആ ഒരു ലെങ്ത്ത് എടുത്താൽ മതി. എനിക്കിപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു 40, 42 ആ ഒരു ലെങ്ത്ത് ഇത് കിട്ടിയിട്ടുള്ളൂ. ഞാൻ അത്രയും എടുത്തിട്ടുള്ളൂ, കണ്ടില്ലേ, ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി അതിന് ഇങ്ങനെ താഴത്ത് ഈ ഒരു കോൺ ഇങ്ങനെ ഇറങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര മാത്രമേ ലൈനിങ്ങിൽ കട്ട് ചെയ്യാനുള്ളൂ. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മെയിൻ ക്ലോത്തിൽ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ 30 വിടുത്തിലാണ് ഞാൻ ഈ ഒരു ക്ലോത്തും എടുത്തിട്ടുള്ളത്. അല്ലാണ്ട് ഭയങ്കര ഫ്ലെയർ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. പിന്നെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ 40 ഇതിന് ലെങ്ത്ത് എടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഈ പീസിൽ 40 ലെങ്ത്ത് എടുത്തിട്ട് ബാക്കിയുള്ള ലെങ്ത്ത് ഞാൻ എന്താ പറയുക, ഫ്രില്ലിട്ട് കൊടുക്കുന്ന പോലെയാണ് കൊടുക്കുന്നത്. ആ ഒരു ഫ്രില്ലിട്ട് കൊടുക്കുമ്പോഴാണ് ഇതിന് ഭംഗിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 40 ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലൈനിങ് പീസ് ഇതിൻ്റെ മേളിൽ ഇതേപോലെ വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടല്ലേ, ഇതേപോലെ വെച്ചിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഞാൻ പിന്നെ ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പീസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാം, നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ട് ഈ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുക. മാക്സിമം നമ്മൾ നല്ല ഷേപ്പായിട്ട് ഇരിക്കുന്ന പോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഫ്ലെയർ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ കുറച്ചൊരു ഫിഷ് കട്ടായിട്ട് ഇരുന്നാലും നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അളവെടുക്കണം, മനസ്സിലായോ? ഫിഷ് കട്ട് വരണേൽ അതിനനുസരിച്ചിട്ട് അളവെടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഫ്ലെയർ ഇരിക്കുന്നതിലും ഭംഗി അതായിരിക്കും. ഇനി ഈ ഒരു ഭാഗം കണ്ടില്ലേ, താഴത്തെ ഈ ഒരു ഇറക്കം, അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ കട്ടിങ്. പിന്നെയുള്ളത് നമുക്ക് നെക്കാണ്. നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ടും ബാക്കും നെക്ക് ഇതേപോലെ ഒന്നിച്ച് വെച്ചിട്ട് ഒരു 3.5 ഇഞ്ച് വിടുത്തിൽ 3.5 ഇഞ്ച് ഇറക്കം വരുന്ന പോലെ ഒരു ബോട്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. നെക്ക് നിങ്ങൾക്ക് ഏതും കൊടുക്കാം, സ്ക്വയറോ റൗണ്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ അതുപോലെ കൊടുക്കാം. ഞാനിതിലൊരു ബോട്ട് നെക്ക് എന്നുള്ള നിലക്ക് അങ്ങനെ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നെക്കും കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായല്ലോ, ഈ ഒരു 40 ലെങ്ത്തേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫ്രില്ലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്ലോത്തിന് ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ കംഫർട്ടബിളിന് വേണ്ടിയിട്ട് അങ്ങനെ മടക്കി വെച്ചതേ ഉള്ളൂ. ഞാൻ ബാക്കി എനിക്ക് എത്ര ലെങ്ത്ത് വേണം അത്, ഇതിപ്പോൾ 40 കഴിഞ്ഞിട്ട് ബാക്കി എത്ര വേണ്ടി വരും നിങ്ങൾക്ക് ലെങ്ത്ത്, നിങ്ങൾ ഫുൾ ലെങ്ത്ത് 55 ആണെങ്കിൽ ബാക്കി വരുന്ന ഒരു 15ഓ 16ഓ. അപ്പോൾ ഞാനിതിൽ 17ആണ് എടുത്തിട്ട്, കാരണം മടക്കി തയ്ക്കാനും ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെയും എന്ത് ചെയ്യണം, ക്ലോത്ത് തികയാതെ വരില്ല. അതുകൊണ്ട് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എന്നുള്ള നിലക്ക് 17 വരുന്ന പോലെയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒരു പീസ്, ഈ 17 ലെങ്ത്ത് വരുന്ന പീസ് 4 എണ്ണം വേണം. 4 എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് 2 പീസ്, ബാക്കിലേക്ക് 2 പീസ്. എന്നാലാണല്ലോ നമുക്ക് മിനിമം ഒരു ഫ്രില്ല് കിട്ടുള്ളൂ. ഇതിലും കൂടുതൽ ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാരി തികയൂല. കാരണം ഫ്രില്ല് കൂടുതൽ വരുന്നതനുസരിച്ച് സാരി തികയാതെ വരും. അപ്പോൾ അത് നോക്കി ചെയ്യുക. പിന്നെ നിങ്ങൾ പീസ് എടുത്ത് ചെയ്യേണ്ടിയൊക്കെ വരും.
അപ്പോൾ ഒരു എന്താ പറയുക 5.5 മീറ്റർ സാരിക്ക് പകരം ഒരു 7 മീറ്ററൊക്കെ എടുക്കേണ്ടി വരും, കട്ട് ചെയ്ത് വാങ്ങിക്കേണ്ടി വരും. ഇനി ഈ ഒരു പീസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് ഷോള് വേണ്ടേ, ആ ഒരു ഷോളാണിത്. ഒരു 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഡിസൈനൊക്കെ വരുന്ന പോലെ ആ സാരിയുടെ സംഭവം അങ്ങനെ എടുത്തതാണ്. കാരണം അല്ലാതെ നമുക്ക് വേറെ ക്ലോത്ത് ഇല്ല, ഈ ഒരു ക്ലോത്തൊക്കെ അല്ലേ ഉള്ളൂ, പ്ലെയിൻ ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. എനിക്കൊന്ന് വളരെ സിമ്പിളാണ്, ഇതൊന്ന് പഠിപ്പിക്കാനായിട്ടുള്ളത് ഉണ്ടോ എന്നറിയില്ല, എന്നാലും ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിക്കോട്ടെ, അവർക്ക് കുറച്ച് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കാണിക്കാം. അറിയുന്ന ആൾക്കാർക്ക് ഇത് വളരെ സിമ്പിളായിരിക്കും, എന്താ പറയുക ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ഗൗണ് സ്റ്റിച്ച് ചെയ്യുന്ന അത്രയും സിമ്പിൾ തന്നെ. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈനിങ്ങിൻ്റെ മേളിൽ നമ്മുടെ നല്ല ക്ലോത്ത് വെച്ചിട്ട് നെക്കൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, മൊത്തത്തിൽ നമ്മൾ ലൈനിങ്ങുമായിട്ട് നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. ഇതേപോലെ എന്ത് ചെയ്യാം, നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ടും ബാക്കും നെക്ക് ഇതേപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതേപോലെ വെച്ചിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. രണ്ട് ഭാഗത്ത് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ സ്ലീവിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ സ്ലീവ് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് സ്ലീവ് വേണേൽ കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസിൽ നിന്ന് ചെറിയൊരു സ്ലീവ് കൊടുക്കാനുള്ള ക്ലോത്ത് കിട്ടും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ സ്ലീവ് കൊടുക്കാം. ഇനി ഫുൾ സ്ലീവ് എങ്ങനെയാണേലും അത് ക്ലോത്തൊക്കെ വാങ്ങിച്ച് ചെയ്യേണ്ടി വരും. ഒരു സാരിയിൽ അത് തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ സ്ലീവിന് പകരം അവിടെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് ഒക്കെ വെച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ട്. ഇനി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഷേപ്പ് ചെയ്യാണ്ട് നമ്മുടെ ഈ സൈഡ് ഓപ്പണൊക്കെ വരുന്ന പോലെ അത്രയും ലെങ്ത്തിൽ ഒരു 20 ലെങ്ത്തിലൊക്കെ മാത്രമേ ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഒന്നിച്ച്. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. ഇതേപോലെ കണ്ടില്ലേ, ഇവിടെ വരെ ഞാൻ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ലൈനിങ്ങിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ഒരു പീസിനെ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പീസിൽ താഴത്ത് ഫ്രില്ലിട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് ഇവിടെ താഴത്താണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള പീസാണിത്. 4 പീസ് ഉണ്ട്. ഈ ഒരു 4 പീസിന് നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്ത് കൊടുക്കണം. മൊത്തത്തിൽ ജോയിൻ ചെയ്തിട്ട് ഒരു റൗണ്ടാക്കിയിട്ട് എടുക്കുക. മനസ്സിലായോ, ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഈ ഒരു 4 പീസിന് മൊത്തത്തിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിനെ റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, മൊത്തത്തിൽ ഞാനതിന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിന് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ ടോപ്പിൻ്റെ എൻഡിൽ ഇതേപോലെ വെച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഫ്രില്ല് എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് ഫ്രില്ല് കിട്ടില്ല, കാരണം 2 പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ഇഞ്ച് ഒക്കെ ഗ്യാപ്പ് വരുന്ന പോലെ, 1.5 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന പോലെയൊക്കെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. നല്ല അടുത്തടുത്ത് ഫ്രില്ല് വേണേൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു 6.5-7 മീറ്ററൊക്കെ ക്ലോത്ത് വേണ്ടി വരും. 6 മീറ്റർ എന്തായാലും വേണ്ടി വരുമെന്ന് തോന്നുന്നു. 5.5 ഇല്ല, 6 പോരാ, 6.5-7 ആവും. 7 മീറ്ററൊക്കെ വേണ്ടി വരും. നല്ല തിക്കായിട്ടുള്ള ഫ്രില്ലൊക്കെ ഇട്ടിട്ട് അത് ഒരു അട്രാക്ഷനായിട്ട് ഇരിക്കാൻ വേണമെങ്കിൽ അങ്ങനെയും ക്ലോത്ത് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ള ആൾക്കാർ അങ്ങനെ നോക്കുക. അപ്പോൾ പീസൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാൻ കണ്ടില്ലേ, ഈ സിമ്പിളായിട്ടുള്ള ഫ്രില്ല്, വളരെ ചെറിയ ഫ്രില്ലേ വന്നിട്ടുള്ളൂ. ഒരുപാട് അടുത്തടുത്ത ഫ്രില്ലൊന്നുമല്ല. കാരണം 1 ഇഞ്ച് 1 ഇഞ്ച് 1.5 ഇഞ്ച് ആ ഒരു ഇഞ്ച് ഗ്യാപ്പിലേ എനിക്ക് ഫ്രില്ലിടാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തൊക്കെ ലോക്കൊക്കെ ചെയ്ത് കൊടുത്ത് ഷേപ്പൊക്കെ ആക്കി ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷോളിൻ്റെ അറ്റവും എന്ത് ചെയ്തിട്ടുണ്ട്, ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. കണ്ടില്ല, ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞ്. ഇത് ഇത്രയും സിമ്പിളായിപ്പോയത് എൻ്റെ കുറ്റമല്ല, ഈ ഡിസൈനേ അങ്ങനെയാണ് വരുന്നത്. വളരെ സിമ്പിളാണ്. എന്നിട്ടാണ് ഇതിനെ ഗൗൺ സാരി എന്ന് വിളിക്കുന്നത്. പിന്നെയും നമുക്കിതിൽ അട്രാക്ഷൻ ആക്കാം. എന്ന് വെച്ചാൽ ഷോളിലൊക്കെ വേണേൽ നമുക്ക് ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്ത് ഷോളിനെയും ഭംഗിയാക്കിയിട്ടൊക്കെ എടുക്കാം. പക്ഷേ അതിന് വീണ്ടും ക്ലോത്ത് ചിലവാകും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാനിതിനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഗൗണായിട്ട് ഇടണേൽ ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് നമുക്ക് ഗൗണായിട്ട് ഇതിനെ യൂസ് ചെയ്യാം. ഇനി ഗൗൺ സാരി ആക്കണേൽ പിൻ ചെയ്ത് കൊടുക്കുന്ന മാതിരിയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. അതാണ് എൻ്റെ എന്താ പറയുക, എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചാൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണ്ട, ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാതിരുന്ന്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഷോൾ അവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ചുറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാരി ഗൗണായി എന്ന് പറയാം. കണ്ടില്ലേ, ഇത്രയും സിമ്പിളേ ഉള്ളൂ. അതിനാണ് ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനായിട്ട് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ റീൽസും ഇതൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ചെയ്തിട്ടില്ല എന്ന് ആരും പറയേണ്ട, സിമ്പിളാണെങ്കിലും ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ബേബീസിലൊക്കെ ട്രൈ ചെയ്താൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.